മലയാളി സമൂഹത്തിന് എന്നല്ല, ഇന്ത്യക്കെന്നല്ല, ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് കാണിച്ചുള്ള നന്മയുടെ പർവ്വത പ്രൗഢിയാർന്ന ഒരു തലമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് വരും നൂറ്റാണ്ടുകളിലും നമുക്ക് നടത്താനുള്ളത്. സംസ്ഥയെ ചവിട്ടിക്കൂട്ടി ആർക്കെങ്കിലും കീശയിൽ ഒതുക്കാമെന്ന് ആരും വ്യാമോഹിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആരും ഏതെങ്കിലും നേതാക്കന്മാരോ ഏതെങ്കിലും ഭരണാധികാരികളോ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒഴുകിയെത്തിയ ജനാവലി ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങണ്ട് പുറപ്പെട്ടു വന്നതല്ല. 100 കൊല്ലമായി ഒഴുകുന്ന ഒരു വലിയ നദിയാണിത്. 100 കൊല്ലമായി ഒഴുകുന്ന നദി ഇനിയും നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ട നദിയാണ്. ഈ ഒഴുക്കിലേക്ക് കൂടുതൽ ജലാശയങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിലും. ഇത് അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ്. ഈ ഒഴുക്ക് അള്ളാഹുവിൻ്റേതാണ്, ശക്തി കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തൻ്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല, മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല. അർത്ഥവത്തായ പദമാണത്. മതം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ല, സമസ്തയും പോയിട്ടില്ല. എന്നാൽ മതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ട അനുഭവങ്ങൾ ധാരാളമുണ്ട്. എന്തായാലും കുറുക്കോളി മൊയ്തീൻ സാഹിബ് പൊളിച്ച് ഏറ്റവും കൂടുതൽ തക്ബീർ കിട്ടിയത് കുറുക്കോളിക്കാണ്. ആരുടെ മണ്ടക്കുള്ള കൊട്ടാണ് ഇതെന്ന് എല്ലാവർക്കും ബോധ്യമായി. സമസ്തൻ്റെ പ്രവർത്തകർക്കൊക്കെ സന്തോഷമായി. കാരണം കുറച്ച് ദിവസങ്ങളായി കളി തുടങ്ങിയിട്ടേ. ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാകാൻ പാടുണ്ടോ? സമസ്തയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോകുന്ന വഴിയിൽ നിന്ന് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട്, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇന്നയാളെ കയറ്റണം ഇന്നയാളെ ഇറക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു അധികാരം രാഷ്ട്രീയക്കാർക്കുണ്ടോ? സമസ്തൻ്റെ ഇടയിൽ എന്തിനാണ് ഈ കോലിട്ടളക്കാൻ നിൽക്കണങ്ങൾ? അത് തന്നെയാണ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് ചോദിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അത് തീർക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ കയറിയിട്ട് സമാധാനപരമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കയ്യിലിട്ടളക്കാൻ വന്നാൽ ഇതുപോലെ സ്വന്തം മണികളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. അതിന് കിട്ടിയ തക്ബീറാണ് കണ്ടത് നിങ്ങൾ തിരൂരിൽ. ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറുക്കോളി മൊയ്തീൻ സാഹിബ് പറഞ്ഞ ഈ വാക്കുകൾ ആരുടെ തലമണ്ടക്കാണ് പോയി അടിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയുടെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ടാണ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഉമർ ഫൈസി അദ്ദേഹത്തിന് മുമ്പ് കൃത്യമായിട്ട് കാര്യങ്ങളുടെ ഒരു മാർഗരേഖ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ ഒരു അടിവര ഇട്ടുകൊണ്ടാണ് കുറുക്കോളി അവിടെ ആഞ്ഞടിച്ചത്. എന്തായാലും ഉമർ ഫൈസിയുടെ ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം. സമസ്ത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതിനൊരു വിലക്കും ഇല്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട്. അത് അവർ നിർവഹിച്ചു കൊള്ളട്ടെ, അത് നമ്മൾ ഇടപെടാറില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, ഈ സമസ്തയുടെ അല്ലെങ്കിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളും ഇടപെടരുത്. ആരൊക്കെ ചേർക്കണം ആരൊക്കെ ആക്കണം എന്നുള്ള നിയമങ്ങളൊന്നും നമ്മളോട് പറയരുത്. അത് സമസ്ത ചെയ്യും, സമസ്തക്ക് അതിനറിയാം, സമസ്തക്ക് യോഗ്യരായ പ്രവർത്തകർ അതിനുണ്ട്. ഇത് അപ്പോൾ ബഹിഷ്കരിച്ചവരൊക്കെ വലിഞ്ഞു കയറി വന്ന അതേ സമ്മേളനത്തിൽ അവരൊക്കെ ഇരുത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീ പോയിൻ്റൊക്കെ ഇവിടെയാണ്. ഇത് സയ്യിദുൽ ഉലമയുടെ കയ്യിലാണ്. ഇത് ഉമർ ഫൈസ് ഉസ്താദിൻ്റെയും സലാം ബാക്കി ഉസ്താദിൻ്റെയും എ.വി. ഉസ്താദിൻ്റെയും വാക്കോട് ഉസ്താദിൻ്റെയും തുടങ്ങിയ പണ്ഡിതന്മാരുടെ കയ്യിലാണ് ഇതിൻ്റെ കീ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമേ ഇനി ഇങ്ങനെ ചൊറിഞ്ഞുകൂടാൻ നിൽക്കണ്ട. അത് നായകന്മാർ പറയട്ടെ, നേതാക്കൾ പറയട്ടെ, അണികൾ കേൾക്കട്ടെ, അവരനുസരിക്കട്ടെ.
ആ രീതിയിൽ സമസ്ത അങ്ങനെ മുന്നോട്ട് പോട്ടെ. രാഷ്ട്രീയക്കാർ അതിൽ ചിക്കി ചെയ്യാൻ വേണ്ടി വരണ്ട. അത് നിങ്ങൾക്ക് നല്ലതല്ല. ഇത് നിങ്ങളുടെ അണികൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കൂടി കോലിട്ടടക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. ഇതൊക്കെ അറിയാത്ത കുഞ്ഞാപ്പുകൾക്ക് ഇതൊക്കെ അറിയുന്ന വിധത്തിൽ തുറന്ന് പറയാനുള്ള ആർജവമുള്ള പണ്ഡിതന്മാർ ഇന്ന് സമസ്തയിലുണ്ട്. അതുകൊണ്ട് ആരും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനോ മറ്റൊന്നും നിൽക്കണ്ട. അനങ്ങ ഭീഷണികളാണ്. അതൊന്നും ഇനി സ്വന്തം വീട്ടിൽ കെട്ടിയോളോടും കുട്ടികളോടും പറയാമെന്നല്ലാതെ സമസ്തൻ്റെ പണ്ഡിതന്മാരോട് പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനിങ്ങനെ തന്നെ പോകും. സമസ്തൻ്റെ ലെവലിൽ സമസ്ത പോകും. സുന്നത്ത് ജമാഅത്താണ് അതിൻ്റെ അടിസ്ഥാനം. നേരെ മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതിന് ജമാഅത്തും മുജാഹിദും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരെയും അതിൽ അണിനിരത്തേണ്ടി വരും. ആ നിലക്കുള്ള ഒരു സങ്കര നിലപാടുകളൊക്കെ ആയിട്ട് അതിന് മുന്നോട്ട് പോകേണ്ടി വരും. മഴക്കാലത്തൊരു നിലപാട്, വേനൽക്കാലത്ത് വേറൊരു നിലപാട്, തണുപ്പ് കാലത്ത് വേറൊരു നിലപാട്, ചൂട് കാലത്ത് വേറൊരു നിലപാട്, ഇതൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഇതൊക്കെയാണല്ലോ വെൽഫെയർ വിഷയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരിക്കലും അടുപ്പിക്കാൻ പറ്റാത്ത വിഷജന്തുക്കളെ വരെ അടുപ്പിക്കുകയും അവരുടെ കാര്യാലയങ്ങളിൽ പോയി കട്ടൻ ചായ കുടിക്കുകയും ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സമസ്തയിൽ മധ്യസ്ഥത ചമഞ്ഞുകൊണ്ട് ഒരു വശത്ത് തൂങ്ങിക്കിടക്കുന്ന ഏർപ്പാടും നിർത്തണം. അതിൻ്റെ ഫോട്ടോകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കപട മധ്യസ്ഥന്മാരൊക്കെ വെച്ചുകൊണ്ടൊന്നും സമസ്തയുടെ മക്കൾ ഇനിയും ഒരുപാട് കാലം ഇതൊന്നും സഹിക്കൂല. അതൊക്കെ തുറന്ന് പറയാൻ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇനിയുള്ള കാലം നല്ല രീതിയിൽ ചിന്തിച്ച് എന്താണ് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഹേതുകമാവുന്ന കാര്യം എന്നതിലൊക്കെ കൂലങ്കഷമായി ചിന്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. 10 വർഷമായല്ലോ ഭരണമൊക്കെ നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകലായിരിക്കും എല്ലാവർക്കും ഉചിതം. അതാണ് നിങ്ങളുടെ മേഖല. ആ മേഖല നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. ഇവിടെ കയ്യിലുത്താൻ വരണ്ട എന്ന് ഓർമ്മപ്പെടുത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.